ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ MDF പ്രക്ഷോഭത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ജനുവരി 6-ന് മാനാഞ്ചിറ പരിസരത്ത് ധർണാ സമരം നടത്തും. സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ ഓടി നടക്കേണ്ട ഓരോ വിഷയങ്ങൾക്കും പ്രോസസ് ചെയ്യേണ്ട അത് അവസാനിച്ചു കിട്ടും. ആ സ്വകാര്യ മുതലാളി അത് വേണ്ട രീതിയിൽ തന്നെ നടത്തിക്കൊള്ളും. ഇന്ന് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിച്ച വിമാനത്താവളങ്ങളെല്ലാം വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ 3 സ്വകാര്യ മേഖലയാണ്. പൊതുമേഖലയിൽപ്പെട്ട കരിപ്പൂരിനെയാണ് കഴുത്തു ധരിച്ച് ഈ നമ്മുടെ കോർപ്പറേറ്റ് ലോബി ആ മാഫിയ സംഘം തകർത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തകർക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികൾക്കെതിരെ പ്രതികരിക്കാനും റൺവേ സുരക്ഷാ മേഖലയുടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കോഴിക്കോട്ടെ മെട്രോ റെയിൽ പദ്ധതി വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും കരിപ്പൂരിൽ അനാവശ്യമായി തടഞ്ഞുവെച്ച വലിയ വിമാന സർവീസ് ഉടനെ ആരംഭിക്കണമെന്നും കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവരിൽ നിന്നും അമിതമായ വിമാനക്കൂലി ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറം ജനുവരി 6-ന് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ധർണാ സമരം നടത്തുന്നു. കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് ധർണാ സമരവേദി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി K കൈസ് അഹമ്മദ്, ട്രഷറർ PP ഷബീർ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ പറയുന്നു, കരിപ്പൂർ നിലവിലെ സാഹചര്യത്തിൽ തന്നെ വൈറ്റ് ബോഡിക്ക് 100% ഫിറ്റാണ്, യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സെപ്റ്റംബർ 4, 2011 എത്ര കൊല്ലായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് സാക്ഷ്യപ്പെടുത്തിയ ലെറ്ററാണിത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് ആവേശം പകർന്ന്